ഓം നമഃശിവായ. നമസ്കാരം. ജ്യോതിഷ നിലയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐശ്വര്യത്തിന്റെയും പ്രതീക്ഷയുടെയും സമാധാനത്തിന്റെയും ഉത്സവമാണ് വിഷു എന്ന് പറയാം. മലയാള മാസം മേടം 1-നാണ് വിഷു ആഘോഷിക്കുന്നത്. രാവും പകലും തുല്യമായ ദിവസമാണ് വിഷു. വിഷുക്കണി ഒരുക്കുക, കണി കാണുക, കൈനീട്ടം വാങ്ങുക, പുതുവസ്ത്രങ്ങൾ ധരിക്കുക, കുടുംബാംഗങ്ങൾ ഒന്നിച്ചിരുന്ന് വിഷു സദ്യ കഴിക്കുക തുടങ്ങിയവയാണ് വിഷുവിന്റെ പ്രധാന ചടങ്ങുകൾ. വിഷുക്കണിയുമായി ബന്ധപ്പെട്ട് പ്രധാനമായ കാര്യങ്ങളെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാൻ പോകുന്നത്. കൊല്ലവർഷം 1200 മേടമാസം 1 2025 ഏപ്രിൽ 14 തിങ്കളാഴ്ച ഉദയത്തിന് മുൻപ് 7 നാഴിക 25 വിനാഴികയ്ക്ക്, അതായത് പുലർച്ചെ 3 മണി 21 മിനിറ്റ് ചോതി നക്ഷത്രം തുലാങ്കൂറും കൃഷ്ണപക്ഷ പ്രതിമ നിധിയും വരാഹരണവും വജ്രനാമ നിത്യയോഗവും കൂടിയ സമയമാണ് വിഷു സംക്രമം നടക്കുന്നത്. കുടുംബത്തിലെ മുതിർന്ന സ്ത്രീകൾക്കാണ് വിഷുക്കണി ഒരുക്കുവാനും അത് കാണിക്കുവാനുമുള്ള ചുമതല. തേച്ചൊരുക്കിയ ഓട്ടുരുളിയിൽ അരിയും നെല്ലും ഉപയോഗിച്ച് പാത്തി നിറച്ച് കൂടെ അലക്കിയ മുണ്ടും പൊന്നും വാൽക്കണ്ണാടിയും കണി വെള്ളരിയും കണിക്കൊന്നയും പഴുത്ത അടക്കയും വെറ്റിലയും കൺമഷി, ചാന്ത്, സിന്ദൂരം, നാരങ്ങ എന്നിവയും കിഴക്കോട്ട് തിരിയിട്ട് കത്തിച്ച നിലവിളക്കും നാളികേരപ്പാതിയിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ വിഗ്രഹവും വെച്ചിട്ടാണ് വിഷുക്കണി ഒരുക്കുക. കണിക്കൊന്ന പൂക്കൾ വിഷുക്കണിയിൽ നിർബന്ധമാണ്. ചിലയിടങ്ങളിൽ കുറികൂടും ഗ്രന്ഥവും വെള്ളിപ്പണം അതുപോലെ തന്നെ ചക്കയും മാങ്ങയും എല്ലാം കണിക്ക് വെക്കാറുണ്ട്. കത്തിച്ച ചന്ദനത്തിരിയും വെള്ളം നിറച്ച ഓട്ടുകിണ്ടിയും പുതിയ കസവും കൊണ്ടും അടുത്തുണ്ടാവണമെന്നാണ് പറയുന്നത്. പ്രായമായ സ്ത്രീ രാത്രി കണി ഒരുക്കി ഉറങ്ങാൻ കിടന്നതിന് ശേഷം പുലർച്ചെ എഴുന്നേറ്റ് കണി കണ്ട് മറ്റുള്ളവരെ കണി കാണിക്കണം. വിഷുക്കണി ഒരുക്കുന്ന സമയത്ത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിർബന്ധമായും ചെയ്തിരിക്കണം. ഈ 5 കാര്യങ്ങൾ നിർബന്ധമായും ചെയ്താൽ മാത്രമേ സാക്ഷാൽ വൈകുണ്ഠനാഥനായ മഹാവിഷ്ണു ഭഗവാനും സർവശക്ത മഹാലക്ഷ്മി ദേവിയും നമ്മുടെ വീട്ടിൽ വന്നു ചേർന്ന് അനുഗ്രഹം തരുകയുള്ളൂ. തീർച്ചയായും ഇത് മുഴുവനും കേട്ടതിന് ശേഷം മാത്രം നിങ്ങൾ കണി ഒരുക്കുക. അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത്, കണി ഒരുക്കുന്നതിന് മുൻപ് നിങ്ങളുടെ വീട്ടിലും വീട് പരിസരത്തും മഞ്ഞൾ ജലം അല്ലെങ്കിൽ തുളസി ജലം തെളിച്ച് വീട് ശുദ്ധി വരുത്തേണ്ടതാണ്. വീട്ടിലുള്ള മൂദേവിയെ ഇറക്കി വിട്ട് ഐശ്വര്യ ദേവത വന്നു ചേരുവാൻ നിർബന്ധമായും കണി ഒരുക്കുന്നതിന് മുൻപ് മഞ്ഞൾ വെള്ളം അല്ലെങ്കിൽ തുളസി ജലം തെളിക്കുക. അടുത്ത പ്രധാന കാര്യം എന്ന് പറയുന്നത്, കണി ഒരുക്കുന്ന സമയത്ത് നിലവിളക്ക് വെക്കുമ്പോൾ നിലവിളക്ക് പട്ടിന്മേലെയോ താലം വെച്ചോ ആയിരിക്കണം വിളക്ക് വെക്കേണ്ടത്. വെറും നിലത്ത് നിലവിളക്ക് വെക്കുന്നത് വളരെ ദോഷകരമായിട്ടുള്ള കാര്യമാണ്. നിലവിളക്കിനെ 5 തിരിയിട്ട് കണി കാണാൻ വെക്കണമെന്ന് നിർബന്ധമുള്ള കാര്യമാണ്. 5 തിരിയിട്ട് എണ്ണയോ നെയ്യോ ഒഴിച്ച് നിലവിളക്ക് കത്തുന്നതായിരിക്കും ഏറ്റവും ശുഭകരം. അടുത്തത്, ശ്രീകൃഷ്ണ ഭഗവാന്റെ വിഗ്രഹം പൊട്ടലുള്ളതോ വിള്ളലുള്ളതോ ആയവ വയ്ക്കുന്നത് അശുഭകരമായിരിക്കും. മനോഹരമായ വിഗ്രഹം തന്നെ ആയിരിക്കണം കണി കാണാൻ ഒരുക്കേണ്ടത്. നിലവിളക്ക് ശ്രീകൃഷ്ണ വിഗ്രഹത്തിന്റെ മുൻപിലായി ഇടതുവശത്തോ വലതുവശത്തോ വെക്കുന്നതാണ് ഏറ്റവും ഉചിതം. ഭഗവാന്റെ നേരെ മുൻപിലായിട്ട് വേണം ഓട്ടുരുളിയോ മറ്റു ലോഹപാത്രങ്ങളോ വെക്കാനായിട്ട്. പ്രപഞ്ചവും അതിൽ നിറയ്ക്കുന്ന വസ്തുക്കൾ എന്ന് പറയുന്നത് വൈകുണ്ഠനാഥനായ മഹാവിഷ്ണു എന്ന സങ്കല്പവും എന്നതാണ് വിശ്വസിക്കപ്പെടുന്നത്. അടുത്തത്, നാണയങ്ങൾ വിഷുക്കണിയിൽ വെക്കുമ്പോൾ നാണയത്തിന്റെ എണ്ണം പറയുന്നത് ഒറ്റ സംഖ്യ ആവാൻ ശ്രദ്ധിക്കണം. അതായത് 1, 3, 5, 7, 9 എന്നീ രീതിയിലുള്ള സംഖ്യകളായിരിക്കണം. നാണയങ്ങൾ വെക്കുമ്പോൾ കുറച്ചു കൂടുതൽ വെച്ചാൽ പിറ്റേന്ന് കണി കണ്ട് കൈനീട്ടം കൊടുക്കുവാനും ഇത് ഉപകരിക്കുന്നതായിരിക്കും.
കയ്പുള്ള പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ ഒന്നും തന്നെ കണിയിൽ വെക്കാൻ പാടില്ല. അതുപോലെ വളരെ ദോഷകരമായുള്ള കാര്യമാണ് മുറിച്ചിട്ടുള്ള പഴങ്ങളും പച്ചക്കറികളും വയ്ക്കുന്നത്. കണിക്കൊന്ന പൂവ് പറിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സന്ധ്യ കഴിഞ്ഞതിന് ശേഷം കണിക്കൊന്ന പൂവ് പറിക്കുന്നത് വളരെ ദോഷകരമാണ്. അതുകൊണ്ട് സന്ധ്യയ്ക്ക് മുൻപ് തന്നെ പൂവ് പറിക്കേണ്ടതാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇന്നിവിടെ ഞാൻ അവസാനിപ്പിക്കുന്നു. അപ്പോൾ സർവേശ്വരനോട് പ്രാർത്ഥിക്കുക, ഈ വിഷു എല്ലാവർക്കും നല്ല സൗഭാഗ്യങ്ങൾ കൊണ്ടുതരട്ടെ എന്ന്. എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.